ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറിവേപ്പില നമുക്ക് എങ്ങനെ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ എപ്പോഴും ഫ്രഷായിട്ട് കറിവേപ്പില കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ചില സമയത്ത് വൈറ്റ് കളർ പാറ്റയും അതുപോലെ പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടാകുന്ന സമയമുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ്, നല്ല രീതിയിൽ കിട്ടുന്ന സമയത്ത് എങ്ങനെ സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ചധികം തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് വെള്ളമെല്ലാം തന്നെ മാക്സിമം കുടഞ്ഞെടുത്തിട്ട് മാക്സിമം ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. എന്നാലും എവിടെയെങ്കിലുമൊക്കെ ജലാംശം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇത് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫാനിൻ്റെ താഴെ വെക്കുന്ന സമയത്ത് മാക്സിമം വീണ്ടും ഉള്ള കുറേ ജലാംശമൊക്കെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഇത് ഫുള്ളും ഉണങ്ങിയിട്ട് വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ. അപ്പോൾ ഈ രീതിയിൽ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് മൊത്തം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു കോട്ടൺ തുണിയിലാണ് അല്ലെങ്കിൽ തോർത്തോ അങ്ങനെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ തണ്ടോടുകൂടി ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഓരോരോ ഇതളായിട്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആ തണ്ടുകളെല്ലാം തന്നെ ഒരു സൈഡിൽ വെച്ചിട്ട് ആ തോർത്ത് നന്നായിട്ടൊന്ന്, കോട്ടൻ്റെ തോർത്താണ്, അത് നന്നായിട്ടൊന്ന് ചുരുട്ടി ഇതുപോലെ റോള് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എടുത്ത് വയ്ക്കാനുള്ള ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കവറിലിട്ടിട്ട് ഇതുപോലെയുള്ളൊരു നോർമൽ കവറിലോ അല്ലെങ്കിൽ സിബുള്ള കവറിലോ ഏതെങ്കിലും ഇട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ടിപ്പ് പറഞ്ഞുതരാം. ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ തണ്ടോട് കൂടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് തണ്ടില്ലാതെ ഇതളുകൾ മാത്രം ആക്കിയിട്ട് പറിച്ച് വയ്ക്കുക. ഇങ്ങനെ എല്ലാ ഇതളുകളും പറിച്ച് വെച്ചതിന് ശേഷം ഇതും നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. മാക്സിമം വെള്ളം നമുക്ക് കുടഞ്ഞ് കളയുക. അതിനുശേഷം എന്തെങ്കിലും ഒരു ടവലോ തോർത്തോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതിലുള്ള ജലാംശമൊക്കെ ഒപ്പിയെടുക്കുക. ബാക്കി ഫാനിട്ടിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. ഇങ്ങനെ ഇതിലാക്കിയിട്ട് നമ്മളൊരു കുപ്പി ചില്ല് പാത്രത്തിലാണ് എടുത്ത് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ ഒരു ചില്ല് ഭരണിയിലോ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന ചില്ല് കുപ്പികളിലോ ആക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. പക്ഷേ ജലാംശം ഫുള്ളായിട്ട് പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. ഇതുപോലെ ഇതളാക്കിയിരുന്നാൽ ഒരു 15 ദിവസം വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. പക്ഷേ ഫസ്റ്റ് പറഞ്ഞ ടിപ്പ് എന്ന് പറയുന്നത് ഒരു മാസത്തിൽ കൂടുതലൊക്കെ അത് അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ എടുക്കുക, ഉപയോഗിക്കുക. അതിനുശേഷം തിരിച്ച് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. അത് മസ്റ്റാണ് കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാലേ ഇത്രയും ദിവസമൊക്കെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ.